ഹലോ, സാംസങ്ങിൻ്റെ ഫോൺ ഇത്ര ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താ? എനിക്ക് തോന്നുന്നില്ല ബിൽഡും മറ്റേത് മറിച്ചാണെന്ന്. ഇതിൻ്റെ ഉള്ളൊരു കാരണം ഇതിൻ്റെ ആ ഒരു യൂസർ എക്സ്പീരിയൻസ് UI ആണ്. ഈ 1UI ഇല്ലായിരുന്നെങ്കിൽ ഈ സാംസങ് ഇവിടെ കിടക്കേണ്ടതല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. പഴയ സാംസങ് യൂസ് ചെയ്യുന്നവർക്ക് ടച്ച് വിസ് എന്ന് പറഞ്ഞിട്ടുള്ള UI ആണ് അവരുടെ ആ ഒരു UI. ആ UI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാങ് ഏത് ഡിവൈസ് എടുത്താലും ഇപ്പോൾ S-Series ആയാലും S3, S4 ഒക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം ടച്ച് വിസ് ആണ് വന്നിട്ടിരുന്നത്. അതിൻ്റെ ആ ഒരു UIയുടെ റെസ്പോൺസും അതിൻ്റെ ആ ഒരു ലാഗും ഹാങ്ങും ഒക്കെ നമ്മൾ പറയാത്ത കുറ്റങ്ങളില്ല സാംസങ്ങിൻ്റെ പേരിൽ ആ ഒരു സമയത്ത്. പിന്നെ 1UI ആയിട്ട് വന്നു. 1UIയുടെ 1 വന്നു, 2 വന്നു, 3 വന്നു, 4 വന്നു, 5 വന്നു, 6 വന്നു, 7 ആണ് ഇനി വരാൻ പോകുന്നത്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു 7 നമുക്ക് ഈ അടുത്തൊന്നും കാണാൻ പറ്റില്ല. ആൻഡ്രോയിഡ് 15 കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട്. ഫീച്ചേഴ്സൊക്കെ ഫൈനലൈസ് ആയി വരുന്നുണ്ട്. ഈ ഒരു ജൂലൈയിലായിരിക്കും അല്ലെങ്കിൽ ഓഗസ്റ്റിലായിരിക്കും അവരുടെ ആ ഒരു ഫൈനൽ റിലീസ് ഇറങ്ങുക. പിക്സലിലായിരിക്കും എന്തായാലും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു ആൻഡ്രോയിഡ് 15 ഒഫീഷ്യൽ വേർഷൻ ഇറങ്ങിയപ്പോൾ തന്നെ എല്ലാ ബ്രാൻഡ്സും അവരുടെ OSൻ്റെ അല്ലെങ്കിൽ അവരുടെ ആ UIയുടെ പബ്ലിക് ആയിട്ടുള്ള ബീറ്റ റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം വരെ നോക്കുവാണെങ്കിൽ അങ്ങനെ ആ ഒരു ആൻഡ്രോയിഡ് 15 ഒഫീഷ്യൽ വേർഷൻ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ബീറ്റ ഇറക്കുന്നത് സാംസങ് ആയിരിക്കും. സാംസങ്ങിൻ്റെ കഴിഞ്ഞ വർഷത്തെ 1UI 6നെ പറ്റി നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ അറിയായിരിക്കും. അങ്ങനെ അവർ ചെയ്തത്. പക്ഷേ ഈ പ്രാവശ്യം പതിവ് പോലെ തന്നെ സാംസങ് അവരുടെ ആ ഒരു 1UI 7ൻ്റെ ബീറ്റ റിലീസ് ചെയ്യുമെങ്കിലും ഇത് കുറേ നാൾ പണിത് കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുള്ളൂ. അതായത് അത്യാവശ്യം സമയമെടുക്കും ഈ ഒരു 1UI 7 കിട്ടാൻ. കാരണം വേറൊന്നുമില്ല, അവരുടെ AI ഫീച്ചേഴ്സാണ്. AI ഫീച്ചേഴ്സ് സാംസങ്ങിൽ ഇപ്പം പുതിയ ഡിവൈസിൽ വന്നു തുടങ്ങി, മറ്റേ ആ ഒരു 1UI 6.1 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അപ്ഡേറ്റിൽ. പക്ഷേ ഈ ഒരു അപ്ഡേറ്റ്സ് ഒക്കെ വരാനായിട്ട് നല്ല രീതിയിൽ താമസിച്ചു. അതായത് ഫോൺ ഇറങ്ങിയത് ഫെബ്രുവരി മാർച്ച് ആ ഒരു ടൈമിലെങ്ങാണ്ടാണ്. S24 സീരീസ് അന്ന് അനൗൺസ് ചെയ്ത പരിപാടിയാണ് ഗാലക്സി AI എന്ന് പറഞ്ഞ ആ ഒരു പരിപാടി. അതിനെ അവർ ഇത്രയും നാളെടുത്തു പണിയാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു 1UI 7 വരാൻ വൈകുമെന്ന് പറയാൻ കാരണം വീണ്ടും ഒരു അപ്ഡേറ്റ് വരാൻ പോകുന്നുണ്ട്. അതും ഈ ഒരു AI ബേസ്ഡ് ആയിട്ടൊരു അപ്ഡേറ്റ് ആണ്. അത് S Penൽ വരുന്നൊരു ഫീച്ചറാണ്, ഗ്രാഫിറ്റി ജനറേറ്റർ എന്ന് പറഞ്ഞിട്ടൊരു സംഭവം. വേറെ ഒന്നുമില്ല, നമ്മൾ ആ പേന വെച്ച് വരയ്ക്കുന്ന പടങ്ങളുണ്ടല്ലോ, ആ ഒരു പടം ഒറിജിനൽ ആയിട്ടുള്ള സംഭവം AI യൂസ് ചെയ്ത് റീക്രിയേറ്റ് ചെയ്യുക, അതിൽ ലൈഫ് കൊണ്ടുവരിക എന്ന രീതിയിലാണ് ആ ഒരു ഫീച്ചറിനെ കാണുന്നത്. അപ്പം ഇതിൽ പണിത് സമയം കളയാണ് ഇപ്പം 1UI നമുക്ക് കാണുന്നത്. പിന്നെ ഒരു കാര്യം, ജൂലൈ 10 അവരുടെ പുതിയൊരു ഡിവൈസസ് ഇറങ്ങുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. Z Fold 6ഉം Z Flip 6ഉം. അപ്പം ഈ ഒരു ഫോൾഡുകളിലും ആ ഒരു S Pen എന്ന് പറഞ്ഞ ഫീച്ചർ നമുക്ക് യൂസ് ചെയ്യാം. അതിൻ്റെ കൂടെ വരുന്നില്ലെങ്കിലും നമുക്ക് എക്സ്ട്രാ വാങ്ങി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു AI ഫീച്ചേഴ്സും കൂടി വരുമ്പോൾ നമുക്ക് ഈ ഒരു പേന വെച്ച് വരയ്ക്കുന്ന ഡ്രോയിങ്സും കാര്യങ്ങളൊക്കെ നമുക്ക് റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതാണ് മെയിൻ ഉദ്ദേശം ഈ ഒരു ഇവൻറ്റിൽ. അപ്പം അവരുടെ ഇവൻറ്റിൽ ശരിക്കും പറഞ്ഞാൽ 1UIനെ പറ്റി സംസാരിക്കേണ്ടതാണ്, 1UI 7നെ പറ്റി, അതിനകത്ത് വരുന്ന ഫീച്ചേഴ്സിനെ പറ്റിയും കാര്യങ്ങളൊക്കെ. അപ്പം ഇപ്പോഴത്തെ റൂമർ അനുസരിച്ച് നോക്കുവാണെങ്കിൽ മിക്കവാറും ആ ഒരു ഇവൻറ്റിൽ 1UI 7നെ പറ്റി വലിയ കാര്യങ്ങളൊന്നും പറയത്തില്ലെന്നാണ് ഇപ്പോഴത്തേത് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാൻ വേറൊരു സെപ്പറേറ്റ് ഇവൻറ്റിലും അല്ലെങ്കിൽ ജസ്റ്റ് ഒരു വീഡിയോ ആക്കിയിട്ട് അവർ അതിൻ്റെ കൂടെ ഈ 1UI 7ൽ വരാൻ പോകുന്ന ഫീച്ചേഴ്സും അഡ്വാൻസ്മെൻറ്റും കാര്യങ്ങളൊക്കെ പറയുമെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ S23 സീരീസും S24 സീരീസും Z Fold 5 സീരീസൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് എന്തായാലും 1UI 6.1 വന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിനകത്ത് AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് പറയുന്നത് അടിപൊളിയായിരിക്കും. കാരണം ഗാലക്സി AI വർത്താണെന്ന് നിങ്ങൾ പറഞ്ഞാലേ, യൂസർ എക്സ്പീരിയൻസ് ചെയ്തവർ പറഞ്ഞാലേ അതൊരു നല്ലൊരു കാര്യമാവുള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് കമൻറ്റ് ചെയ്യാം. പിന്നെ ഒരു കണക്കിന് നല്ല കാര്യമാണ് 1UI 7 വൈകുന്നത് എൻ്റെ ഒരു ഒപ്പീനിയനിൽ. കാരണം iOS 8 നല്ല രീതിയിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ഒരു ഐഫോൺ എടുത്ത് ഫസ്റ്റ് ടൈം ഐഫോൺ എടുത്ത് ഇത്രയും വർഷങ്ങളായിട്ട് ഐഫോൺ മാറാതെ അത് തന്നെയാണ് യൂസ് ചെയ്യുന്നവർക്ക് അത് വലിയൊരു ഹ്യൂജ് അപ്ഡേറ്റ് ആണ് iOS 18. ഓക്കെ, പിന്നെ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് അതൊരു വിഷയമല്ല. കാരണം ആ ഒരു iOS 8ൽ കാണിച്ച ഫീച്ചേഴ്സൊക്കെ പണ്ട് തൊട്ടേ ആൻഡ്രോയിഡിലുള്ളതാണ്. അപ്പോൾ അത് വലിയൊരു ചേഞ്ച് ഇല്ല. പക്ഷേ ആപ്പിൾ അത് ചെയ്തപ്പോൾ വലിയ രീതിയിലുള്ള നല്ലൊരു എന്താ പറയുക വെറൈറ്റി രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. ഐക്കൺ ടിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നൈസാണ്, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. 1UI 5 1UI 6ലേക്ക് വരുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ജസ്റ്റ് ആ ഒരു AI ഫീച്ചേഴ്സ് കൊണ്ടുവരാമെന്നല്ലാതെ വേറെ കണ്ണ് തള്ളുന്ന രീതിയിലുള്ള ചേഞ്ചസ് ഒന്നും 1UI 6 ഇല്ല. നിങ്ങൾ ജസ്റ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ആ AI ഇല്ലെങ്കിൽ അത് ഒരു അപ്ഡേറ്റ് ആണ് 1UI 6. പിന്നെ സീരീസിലുള്ള ഫോൺസിലൊക്കെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ലാഗും ഉണ്ടാവില്ല, ഹാങ് ആവില്ല, പ്രോപ്പർ നല്ല പെർഫോമൻസ് ആയിരിക്കും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ്സ് വരുന്നതുകൊണ്ട് തന്നെ ഫോൺ എപ്പോഴും നല്ലൊരു മൂഡിലായിരിക്കും. ചില അപ്ഡേറ്റ് അലമ്പാക്കും ഫോൺ, ചില അപ്ഡേറ്റ് നല്ല രീതിയിൽ ഫോണിൻ്റെ പെർഫോമൻസിൽ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെയല്ല ബാക്കി S-Series തൊട്ട് താഴെയുള്ള സീരീസ്, അതായത് F, A, M ഇപ്പം ഇറങ്ങുന്നുണ്ടെന്ന് അറിയില്ല. അപ്പം ബാക്കി എല്ലാ സീരീസിലും ശോകമാണ്. A-Series പിന്നെയും കുഴപ്പമില്ല. പക്ഷേ എങ്കിലും ആ ഒരു എന്താ പറയുക, നമ്മൾ കൊടുക്കുന്ന പ്രൈസിനുള്ള ഫീച്ചേഴ്സൊന്നും ആ ഒരു UI അതിനകത്ത് A-Series UIയിലൊന്നും നമുക്ക് കിട്ടുന്നില്ല, ഉള്ള കാര്യമാണ്. അപ്പോൾ 1UI 7നെ പറ്റി നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം അതിനെപ്പറ്റി ഒരു അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ ബീറ്റ അറിയാൻ മാത്രമേ ഉള്ളൂ അവർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ ഒരു ഇവൻറ്റിൽ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്ക് 1UI 7നെ പറ്റി എന്തെങ്കിലും പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ചുമ്മാ
എന്തെങ്കിലും വിളിച്ച് പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം ആൻഡ്രോയിഡ് 15 കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം വീടിട്ടിരുന്നത് വലിയ ചേഞ്ചസ് എന്ന് പറയാൻ കാരണം നമുക്ക് കസ്റ്റമൈസേഷൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വേറെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള വേറൊരു സംഭവം ആൻഡ്രോയിഡ് 15 വരാൻ ചാൻസ് ഇല്ല. വരാൻ പോകുന്നത് ഇതിൻ്റെ ബാക്ക് എൻഡിൽ നല്ല രീതിയിൽ വർക്ക് വരുന്നുണ്ട്. ഗ്രാഫിക് പെർഫോമൻസ്, അതായത് ഓരോ ആപ്ലിക്കേഷൻ്റെയും ഗ്രാഫിക് പെർഫോമൻസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സെറ്റിങ്സൊക്കെ ഡെവലപ്പേഴ്സിന് ആൻഡ്രോയിഡ് 15 അതിനുള്ള പരിപാടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെവലപ്പേഴ്സിന് അവരുടെ ആ ഒരു ആപ്പിൻ്റെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ആ ആപ്പിന് എന്തോരം ഗ്രാഫിക്സും മെമ്മറിയൊക്കെ വേണമെന്ന് ട്യൂക്ക് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഫ്രീഡം നമ്മുടെ ആൻഡ്രോയിഡ് 15 കൊടുക്കുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഗെയിമിലേക്ക് വരുമ്പോൾ ബാക്കി എല്ലാ സംഭവത്തിനെയും അവോയ്ഡ് ചെയ്തിട്ടുള്ള രീതിയിൽ ഇവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ നമുക്ക് നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആൻഡ്രോയിഡ് 15 ഉണ്ടാവും. പിന്നെ പ്രൈവറ്റ് സ്പേസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ആൻഡ്രോയിഡ് 15 ഇൻബിൽറ്റ് ആയി വരാൻ പോവാണ്. സാധാരണ ഇപ്പോൾ പിക്സലിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ബാക്കി സെപ്പറേറ്റ് OSകളായിരുന്നു വന്നുകൊണ്ടിരുന്നത്, അതായത് അവരുടെ രീതിയിലുള്ള പ്രൈവറ്റ് സ്പേസ്. ഇനിയിപ്പോൾ ഇത് ആൻഡ്രോയിഡ് പ്ലാറ്റ്ഫോമിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സംഭവങ്ങളാണ് ആൻഡ്രോയിഡ് 15 വന്നിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ളതെല്ലാം ഒരു സാധാരണ യൂസറിനെ സംബന്ധിച്ച് വലിയ ചേഞ്ചസോ കാര്യങ്ങളൊന്നും തോന്നിപ്പിക്കില്ല. പിന്നെ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു ആൻഡ്രോയിഡ് 15 എല്ലാ ഫീച്ചേഴ്സും എല്ലാ ഡെവലപ്പേഴ്സും അതുപോലെ തന്നെ എല്ലാ കമ്പനികളും മാക്സിമം യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഈ ഗെയിമിംഗ് പെർഫോമൻസും ബാക്കി പരിപാടികളൊക്കെ നമുക്ക് കിട്ടുള്ളൂ. അല്ലാണ്ട് എല്ലാ ഫീച്ചേഴ്സൊന്നും എല്ലാ കമ്പനീസും എടുക്കുന്നൊന്നുമില്ല. ബാക്കി അവരറിഞ്ഞുകൊണ്ട് തന്നെ സ്കിപ്പ് ചെയ്യും, അടുത്ത UIക്ക് വേണ്ടി അവർ കൊണ്ടുവരിക എന്നുള്ളൊരു പ്ലാനിൽ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൻഡ്രോയിഡ് 15 വരും. അത് പിക്സൽസ് ഡിവൈസസിന് ആൻഡ്രോയിഡ് 15 ഇറക്കുന്ന എല്ലാ ഫീച്ചേഴ്സും എന്തായാലും ഉണ്ടാവും. പിന്നെ ബാക്കി എല്ലാ ഡിവൈസ് ഇപ്പോൾ സാംസങ്ങും അതുപോലെ തന്നെ MI പിന്നെ മോട്ടറോള ഇങ്ങനത്തെ ഡിവൈസുകളിലൊക്കെ ആൻഡ്രോയിഡ് 15 വരുന്ന എല്ലാ ഫീച്ചേഴ്സും വരണമെന്നും ഒരു ഉറപ്പും വേണ്ട. ഓക്കെ, അപ്പം 1 UI 7 കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും പറയാറായിട്ടില്ല. എന്തായാലും ഹ്യൂജ് ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് നമുക്ക് പ്രതീക്ഷിക്കും. കാരണം ഇത്രയും കുറച്ച് ഡിലേ വരുന്നുണ്ട്. കാരണം ആൻഡ്രോയിഡ് 15 ഈ ഒരു ഓഗസ്റ്റ് അല്ലെങ്കിൽ ജൂലൈ അവസാനം ആകുമ്പോഴേക്കും അതിൻ്റെ ആ ഒരു റിലീസിൻ്റെ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അങ്ങനെ അനൗൺസ് ചെയ്താൽ എന്തായാലും പിക്സലിൻ്റെ 9 സീരീസിലായിരിക്കും വരിക. കാരണം പിക്സലിൻ്റെ 9 സീരീസ് ഓൾറെഡി ലീക്കായ കാര്യം ഞാൻ ഓൾറെഡി ഇട്ടിട്ടുള്ള കാര്യമാണ്, ജസ്റ്റ് നോക്കിയാൽ മതി. അപ്പോൾ അത്യാവശ്യം റീഡിസൈനൊക്കെ വന്നിട്ടുണ്ട്, വലിയ ചേഞ്ച് ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇവൻറ്റിൻ്റെ കൂടെ, അതായത് ആ ഒരു പിക്സൽ 9 സീരീസിൻ്റെ കൂടെ ആയിരിക്കും ഈ ഒരു ആൻഡ്രോയിഡ് 15 റിലീസ് ആവാം. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കി എല്ലാ ഡിവൈസസിൻ്റെയും ബീറ്റ് ഇറങ്ങും. ആ സമയത്ത് 1 UI 7 കാര്യമാണ് ഇതുവരെ നമുക്കൊരു ഐഡിയ ഇല്ലാത്ത. OnePlus ഒക്കെ റെഡി ആയിട്ടാണ് ഇരിക്കുന്നത്. എല്ലാ പ്രാവശ്യവും ആൻഡ്രോയിഡ് 15 ഇറങ്ങിയാൽ 1-2 ആഴ്ചയ്ക്കുള്ളിൽ അവരവരുടെ ബീറ്റ് അങ്ങ് ഇറക്കാനുള്ള പരിപാടി വളരെ ഫാസ്റ്റാണ് അവർ. അപ്പോൾ എന്തായാലും 1 UI 7 നമുക്ക് അധികം എക്സ്പെക്റ്റേഷൻ ഇടാം. കാരണം ഈ AI ഒക്കെ വരുന്നതുകൊണ്ട് തന്നെ AI മാത്രം ഈ ഒരു ഫീച്ചേഴ്സ് ഒന്നും ഒതുക്കാതെ ബാക്കിയുള്ള കാര്യത്തിലും ഈ ഒരു ഫീച്ചേഴ്സ് കൊണ്ടുവരുവാണെങ്കിൽ നൈസായിരിക്കും. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഓക്കെ, ബൈ.